കുമരംപുത്തൂർ പഞ്ചായത്തിലെ പയ്യനടം മേഖലയിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾ കാട് പിടിച്ചു കിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ ഭീഷണിയാകുന്നു. ഇത് വന്യമൃഗങ്ങളുടെയും കാട്ടുപന്നിക്കൂട്ടങ്ങളുടെയും താവളമായി മാറിയതോടെ പ്രദേശവാസികൾക്ക് ഭയമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പയ്യനിടം, വെള്ളപ്പാടം, പുല്ലൂന്നി, പയ്യനിടം മഹിളാ സമാജം, വില്ലേജ് പരിസരം എന്നിവിടങ്ങളിലാണ് വ്യാപകമായി കാടുകയറി കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ പയ്യനിടം ഭാഗത്തുണ്ടായ കാട്ടുപന്നി ആക്രമണത്തിൽ 2 ബൈക്ക് യാത്രക്കാരായ യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പയ്യനിടം സ്വദേശികളായ കുറ്റിക്കാട്ടിൽ ഹിസാൻ, തൊട്ടിപ്പറമ്പിൽ ഹുബൈബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. റോഡിന് കുറുകെ ചാടിയ പന്നിക്കൂട്ടത്തിന്റെ മുന്നിൽ ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ അകപ്പെടുകയായിരുന്നു. പന്നിക്കൂട്ടം ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചതിനെ തുടർന്ന് റോഡിൽ വീണ യുവാക്കളെ മണ്ണാർക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഹിസാന്റെ കാൽമുട്ടിനും കൈകൾക്കും തലയ്ക്കും പല്ലിനും പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പമുണ്ടായിരുന്ന ഹുബൈബിന്റെ കൈമുട്ടിനും കാലിനുമാണ് പരിക്ക്. പോയിരുന്നു പോകുന്ന സമയത്ത് പന്നി വന്നിട്ട് വണ്ടി നമുക്ക് അന്ന് എടുക്കുകയാണ് ചെയ്തത്. രണ്ടാളും മൂന്നും പരിക്കുകൾ പറ്റാണ് ചെയ്തത്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ കാടുകൾ വെട്ടിമാറ്റാൻ നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോട് വാർഡ് മെമ്പർമാരോടും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന പന്നികളെ വെടിവെക്കാൻ 3 മാസം മുൻപ് പഞ്ചായത്ത് ഭരണസമിതിയിൽ തീരുമാനമെടുത്തിരുന്നെങ്കിലും ഇതുവരെയും അത് നടപ്പാക്കിയിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പ്രദേശത്തെ കാടുമൂടിയ അന്തരീക്ഷം കാരണം 1.5 ഏക്കർ സ്ഥലത്തോളം അത് കാട് കെട്ടിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ബുദ്ധിമുട്ട്. നമ്മൾ ഈ പരിസരവാസിയാണ്, അപ്പോൾ എനിക്കും നല്ല ബുദ്ധിമുട്ടാണ്. പന്നി കൂട്ടങ്ങളാണ്. പിന്നെ അതുപോരാതെ മലമ്പാമ്പിനെ കണ്ടിരുന്നു കഴിഞ്ഞ വർഷം. അതെന്താപ്പം സ്ഥിതിയെന്ന് അറിയില്ല. ഈ കാട് കഴിഞ്ഞ വർഷം ഇങ്ങനെ പഞ്ചായത്ത് ഇടപെട്ടിട്ടൊന്ന് വെട്ടിയതാണ്. ഇപ്പം വീണ്ടും അതുപോലെ അതിലേറെ വന്നിട്ടുണ്ട്. ഇതിന് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടാവണമെന്ന് വിചാരിക്കണം. മെമ്പറോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തീരുമാനം ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിരിക്കണേ. എത്രയും പെട്ടെന്നൊരു മറുപടി വേണം അപ്പോൾ ഇതിന്. അല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ രാവിലെ നേരം വിളിച്ചാകുമ്പോൾ പിന്നെ മദ്രസയിലേക്കും ഒക്കെ പോണ കുട്ടികളുണ്ട്. ഇവിടെ പട്ടിയുടെ ശല്യങ്ങൾ അങ്ങനെ. പുലർച്ചെ നടക്കാൻ ഇറങ്ങുന്നവരും മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളും വലിയ ഭീതിയിലാണ് വഴി നടക്കുന്നത്. ഇതിനു പുറമെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകൾ മറയാക്കി കോഴി വേസ്റ്റും മറ്റവശിഷ്ടങ്ങളും തള്ളുന്നത് പതിവായിരിക്കുകയാണ്. ഇത് പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാകുന്നതിനും കാരണമായിട്ടുണ്ട്. അതിന്റെ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് ആക്സിഡന്റ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആരും പുറത്ത് പറയാറില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. പഞ്ചായത്തിലും അതിന് ബന്ധപ്പെട്ട അനുബന്ധിച്ച ആളുകളോടൊക്കെ ഇത് കുറേ പറഞ്ഞതാണ്. ആരും ചെവികൊള്ളണില്ല. പിന്നെ അതുപോലെ മദ്രസ വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ നടന്നു പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന സ്ഥലമാണ് ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 100-150 മീറ്റർ അകലെയാണ് സ്കൂളുള്ളത്, മദ്രസ ഉള്ളത്. അപ്പോൾ അതിന് പോകുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇത് അപകടമാണ്. അതുപോലെ പാമ്പ് ഈ 3-4 വീടുകളിൽ ഡെയിലി 1-2 പാമ്പിനെ കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഈ മാലിന്യങ്ങൾ, കോഴി വേസ്റ്റ്, അതുപോലെ കല്യാണം നടക്കുന്ന സ്ഥലങ്ങളിലെ വേസ്റ്റുകളൊക്കെ ഈ പ്രദേശത്താണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അനുബന്ധിച്ച പഞ്ചായത്തുകളിലും ഇതിൻ്റെ ആളുകൾ ഈ സ്ഥലത്തിൻ്റെ ഉടമനോടൊക്കെ ഒരുപാട് തവണ ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇതാരും ചെവികൊള്ളണില്ല. ഇതിൻ്റെ ഓണർക്ക് തീരെയും ഇതിന് താല്പര്യമില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഒരു 19 വർഷമായിട്ട് ഇതിൻ്റെ ഓർമ്മയിൽ ഇത് ഇവിടെ കാട് പിടിച്ച് കിടക്കുക. അതുപോലെ തന്നെ പിന്നെ ഈ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം, കുറുക്കന്മാരുടെ ശല്യമൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രദേശമാണ്. ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വലിയ വെല്ലുവിളിയായ ഈ വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതരും വനംവകുപ്പും അടിയന്തരമായി ഇടപെട്ട് കാടുകൾ വെട്ടിമാറ്റിക്കാനും വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാനും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCN മണ്ണാർക്കാട്.